നിങ്ങൾ അറിഞ്ഞില്ലേ തെരഞ്ഞെടുപ്പിക്ക് എത്തി? ചേട്ടാ ആ വോട്ട് ചെയ്യണം. നിങ്ങളിങ്ങനെ ചുമ്മാ നിന്നാൽ പോരാ. പാട്ടും മേളവും കൂത്തുമായി നമ്മുടെ പ്രധാനമന്ത്രി വേഷത്തിന് ഇവൻ ചേരും. അവന് കയ്യില്ലേ? നോക്കിക്കേ, അവന് കാലില്ലേ? കാലില്ലെങ്കിലുണ്ടല്ലോ. അത് ശരിയാ, അവന് തലയുണ്ട്. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി വേഷത്തിന് ഇവൻ നന്നായിട്ട് ചേരും. പിടിക്കണം അവനെ. അയ്യോ അയ്യോ, പ്രധാനമന്ത്രിയോ? അതേടാ, ഏത് ചെമ്മാനും മറപ്പുരക്കെത്തിക്ക് പ്രധാനമന്ത്രിയാവാൻ സുന്ദര സുരഭിലെ സന്ദർഭം ഇന്ത്യ മഹാരാജ്യത്ത് വന്നടഞ്ഞ കാര്യം നീ അറിഞ്ഞില്ലടാ കഴുതേ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങളുടെ എല്ലാ പൊതുസമ്മത സ്ഥാനാർത്ഥിയായിട്ട് നീ മത്സരിക്കും. അതെ, നീ മത്സരിക്കും. കുടുതുണിക്ക് മറുതുണിയും വിശപ്പടക്കാൻ ഒരു തൊഴിലുമില്ലാത്തവർക്ക് ഇത്തരം ഒരു അസുരവ സന്ദർഭം വച്ചിട്ട് നിങ്ങൾ മഹാത്മാക്കളാണ്. അതെ, ഞാൻ എന്താ ചെയ്യുന്നത്? നീ ഒന്നും ചെയ്യണ്ട. വേണ്ടതുപോലെ വേണ്ട സമയത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ഞങ്ങൾക്ക് അറിയാടാ. സമ്മതം, 100 വട്ടം സമ്മതം. ഒരത്താണി ആയല്ലോ. മുന്നോട്ട് 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 ഒരത്താണി ആയല്ലോ. രണ്ടത്താണി വേണ്ട, മുഴുത്താണി വേണ്ട. നമുക്ക് മത്സരിക്കാൻ മാറ്റിരിക്കാൻ ഇവരെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾക്ക് ഞാൻ പ്രധാനമന്ത്രിയുടെ കുപ്പായം ഇവരെ ചേരില്ല. പിൻവലിക്കാം. ഞാൻ പൊന്നാണ് പൊന്നെ. ഇവരെ ഞങ്ങൾ പിൻവലിക്കുന്ന പ്രശ്നമില്ല. നിർത്ത്. നിങ്ങൾ 2 കൊണ്ടും കൂടെ ഇങ്ങനെ ഉടയ്ക്കാൻ ഞാൻ നിർത്ത്. നിങ്ങൾ 2 കൂട്ടരും എന്നെ പിന്നാങ്ങിയാലല്ലേ ഞാൻ ജയിക്കൂ. പിന്നീടൊന്നും വയ്യ. മുന്നേറിട്ട് തിരഞ്ഞെടുപ്പിൽ ഒരു വിജയിച്ചാൽ അരിയുടെ കുന്നുകൾ നാടാകെ. അരിയുടെ കുന്നാളാ. തിരഞ്ഞെടുപ്പിൽ ഒരു വിജയിച്ചാൽ അരിയുടെ കുന്നുകൾ നാടാകെ. തൊട്ടിക്കരയിൽ മരവേറെ കോഴിക്കോടിന്റെ കാര്യം വർഷങ്ങളായി നമ്മൾ അതിസമർത്ഥമായി കൈകാര്യം ചെയ്യുന്നല്ലേ. അതിൽ കെട്ടി അടച്ചിട്ടും കോഴിക്കോട്ടിൽ കള്ളനെങ്ങനെ കയറി? ഇനി കോഴികളും കൂടെ ബാക്കിയുള്ളൂ. കോഴികളെല്ലാം കൂടെ അങ്ങ് കുറുക്കന്മാരുടെ ക്യാമ്പില് സുഖിച്ച് മയങ്ങി കഴിയുകയാണ്. ജനാധിപത്യത്തിലേക്ക് കടുത്ത ആഘാതം കടന്നു കയറ്റും. ഈ കോഴിക്കോട് നമ്മളെ ഏറ്റെടുക്കും. കോഴികൾ
സ്ഥാനാർത്ഥിയാവാൻ ഞാൻ റെഡി. പക്ഷേ എല്ലാ പാർട്ടികളെയും വോട്ട് എനിക്ക് കിട്ടണം. സ്ക്രിപ്റ്റിൽ മാറ്റവും വരുത്തണം. തന്നെയൊക്കെ ആർക്ക് വേണമോ? യുവജനങ്ങളുടെ ഹരം. തെലുങ്ക് ദേശത്തിലൂടെ പാറി പറക്കുന്ന മലയാളി കിന്നാരി തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് ഈശ്വര. തനിക്ക് എന്തറിയാവണോ? അവനെ ഒന്ന് സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ന്യൂനപക്ഷങ്ങളായ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം കടന്നു കയറി നമ്മുടെ വയറ്റിപ്പിഴപ്പിന് തടസ്സയിടാൻ ശ്രമിക്കുന്ന പ്രതിലോമകാരികളെ അരമനയ്ക്ക് പുറത്തു വെച്ച് തന്നെ ചാണകം തെളിക്കുവാൻ നാം കൽപ്പിക്കുന്നു. അങ്ങനെ വഴിക്ക് വന്നാല് നിങ്ങൾക്ക് ഞാൻ സ്വർഗരാജ്യം ഓഫർ ചെയ്യുന്നു. നരകത്തിൽ പോലും നിങ്ങൾക്ക് കുട്ടികിടപ്പ് അവകാശം ലഭിക്കുകയില്ല. അയ്യോ, ഞാൻ പൊതുസമ്മതനല്ലേ? പട്ടിണിയും ഓട്ടുപാത്രവുമായി നടന്ന് എനിക്ക് പിടിച്ച് ബൂസ്റ്റും കോംപ്ലാനും തന്ന് മോഹിപ്പിച്ചിട്ട് ഇപ്പോ സീറ്റ് ഇല്ലെന്ന് പറയില്ലേ? ഓടിക്കൂടി നിങ്ങൾ വിട്ടുവെന്നില്ലെങ്കിൽ ഈ മുന്നണിയിൽ ഞങ്ങളില്ല. മന്ത്രി അവനിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരം ഞങ്ങളങ്ങ് മുതലാക്കുകയാണ്. മന്ത്രി നിങ്ങൾ പിൻവലിക്കുന്നു. ഇതാരാ? നമ്മുടെ ബസ് മന്ത്രിയല്ലേ? കെട്ടും പാണ്ഡവും എല്ലാം മുറുക്കി വെച്ചിട്ട് നാളെ ഏറെ